നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ കർത്താവിൻ്റെ കുഞ്ഞാടുകളായിട്ട് നടക്കുന്ന പുരോഹിതന്മാരുടെയൊക്കെ ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ ചിരി വരും. ഒരുപാട് കോപ്രായങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു ബിഷപ്പാണോ ബിഷപ്പാമ്പാണോ സംശയമാണ്. ഇങ്ങനെ ബലാത്സംഗ കേസിൽപ്പെട്ട് ജയിലിൽ പോയതും അവിടെ നിന്ന് വീരോചിതമായി സ്വീകരിച്ച് തൃശ്ശൂർ രൂപതയിലേക്ക് കൊണ്ടുപോയതുമൊക്കെ നമ്മൾ കണ്ണു നിറച്ച് കണ്ടതാണ്. അതേപോലെ സിസ്റ്റർ അഭയയുടെ കേസ്, എത്രയോ കന്യാസ്ത്രീകളുടെ മരണം, ഇതെല്ലാം കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന മലയാളികളുടെ കണ്ണിലേക്ക് ക്രിസ്ത്യാനികൾ മാത്രമല്ല കേട്ടോ, എല്ലാ മതക്കാരും കാണുന്ന കാഴ്ചയാണ്. മലയാളികൾ ഒന്നടങ്കം കാണുന്ന കാഴ്ചയാണ്. മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾ, ഇപ്പൊ ഭാഷയ്ക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, എല്ലാവരും കാണും. എറണാകുളം അങ്കമാലി അതിരൂപത തർക്കം. സിനഡ് പറയുന്നത് ഇവര് കേൾക്കുന്നില്ല, ഇവര് പറയുന്നത് സിനഡ് കേൾക്കുന്നില്ല. വൈദികർ രണ്ട് തെട്ടിൽ, വിശ്വാസികൾ രണ്ട് തെട്ടിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അടിയായി ഇടിയായി വഴിക്കായി. ആ കാസയും വീഞ്ഞും ഓസ്തിയൊക്കെ വലിച്ചു താഴെ ഇടച്ചോ. ഇയാൾക്കാരെ അധികാരം കൊടുത്തത് ഇവിടെ കുർബാന നടത്താൻ, ഒന്ന് പോയി പണി നോക്ക് എന്ന് പറയുന്ന ഒരു കൂട്ടർ. അതിനകത്തേക്ക് കയറാതിരിക്കാൻ വാതിൽ കൊട്ടിയടയ്ക്കുന്ന മറ്റൊരു വൈദികൻ. ഇതിനെല്ലാം ഇടയിൽ നിന്ന് വിശ്വാസികളെ രണ്ടു കൂട്ടരെയും സംരക്ഷിക്കാൻ മെനക്കെടുക്കുന്ന പോലീസുകാർ, പാടുപെടുന്ന പോലീസുകാർ. അവസാനം അച്ഛന്റെ കൈപുത്തണോ പോലീസിന്റെ കൈപുത്തണോ എന്ന് അച്ഛനും അറിയില്ല, പോലീസിനും അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇനി എന്തായാലും ആ ദൃശ്യങ്ങളൊന്നും കണ്ടിട്ട് തിരിച്ചു വരാം. ഇത് എറണാകുളം അതിരൂപതയിൽ നടന്ന ഒരു സംഭവമാണ്. ഈ അടുത്ത ദിവസമായിരുന്നു. ചുമ്മാ ഒന്ന് കാണും. കുർബാന എല്ലാനായിട്ടേ ആ ഷെൽഫ് തുറന്നു കിട്ടണം. ഞങ്ങള് ചാപ്പലിൽ എലികൊള്ളാം. ഒരു ഹോസ്റ്റി മതിയില്ല എല്ലാവർക്കും കൂടി ചെല്ലാൻ. എന്താ പറ്റിയ? അല്ല, എന്താ പറഞ്ഞ ക്ലാരിറ്റി ഇല്ല. ഇത് കൈ അച്ഛന്റെ കൈ നമുക്ക് സംസാരിക്കണ്ടേ? അല്ലല്ല, അച്ഛനല്ലേ റീസണബിൾ ആയിട്ട് പറഞ്ഞ ഒരു കുഴപ്പമില്ലേ? റീസണബിൾ ആയിട്ട് പറഞ്ഞ ഞങ്ങള് കുർബാനയല്ല വേണ്ടതെന്ന് അച്ഛനല്ലല്ലോ തീരുമാനിക്കണേ. ഞങ്ങളൊരു ബഹളം ഉണ്ടാകണ്ട. ഞങ്ങളൊരു ഷെൽഫിന്റെ ഇതാണ് ചെയ്യിക്കണേ. കുർബാന ഇല്ലാനായിട്ടേ സമരമാണ്. അച്ഛാ, ആ ഷെൽഫിന്റെ താക്കോല് പോസ്റ്റിയും ആ കാസ എടുക്കാനല്ലേ? ഇദ്ദേഹം ഇവിടെ വെറും കാവലാണ്. ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരേണ്ട ആളാണ് ഇദ്ദേഹം. എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് കൽപ്പന ഇറക്കാണോ? ഇങ്ങനത്തെ ദാസ്യം വേണ്ട സൈമൺ, ഇങ്ങനത്തെ ദാസ്യം വേണ്ട. എന്താന്നേ അതായത് ഫൈനാൻസ് കൗൺസിലിനോ ഒന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ നിയമനം വരട ഇദ്ദേഹം ഒപ്പിടുന്ന കാര്യങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വരും. കണ്ടല്ലോ, ഇതാണ് എറണാകുളം അതിരൂപതയിലെ ഇപ്പോഴത്തെ ഒരവസ്ഥ. ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഈ സഭകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ തെറി ഒരുപാട് വരാറുണ്ട്.
ഈ സഭയുടെ അന്ധവിശ്വാസികൾ എന്ന് പറയും, സഭയുടെ അന്തം കമ്മികൾ എന്നൊക്കെ പറയുന്നത് പോലെ സഭയുടെ അന്ധവിശ്വാസികൾ. എല്ലാത്തിനകത്തും അന്ധവിശ്വാസികൾ ഒരുപാടുണ്ടല്ലോ. അന്ധമായി വിശ്വസിച്ച് അതിന്റെ പിന്നാലെ അതിന്റെ ഗുണം പറ്റി നടക്കുന്ന ഒരു വലിയ വിഭാഗം. അവരൊക്കെ തെറിവിളിയുമായും കമന്റിലൂടെ തെറിയുമായും ഒക്കെ ഇങ്ങനെ പിന്നാലെ വരുന്നുണ്ട്. ഒരുപാട് കേൾക്കുന്നുണ്ട് ഓരോ ദിവസം തോറും. അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം ഇത് വിളിക്കുന്നവർക്കറിയാം അത് അവനവന്റെ സ്വന്തമായി തന്നെ വിളിക്കുന്ന കാര്യങ്ങളാണെന്ന്. എന്താണെങ്കിലും ഇനിയും ഈ അടികൾ സാഗൂതം തുടരുക. അങ്കമാലി എറണാകുളം അതിരൂപത തമ്മിൽ വേണമെങ്കിൽ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കട്ടെ. ആ യുദ്ധത്തിൽ ആര് ജയിച്ചു വീഴുന്നു, ആ ജയിച്ചു വീഴുന്നവർ ആ സഭ ഭരിക്കട്ടെ, അല്ലെങ്കിൽ ആ രൂപത ഭരിക്കട്ടെ. അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതകൾ അതിരൂപത എന്നുള്ള ആ വിഷയത്തിൽ നിന്നും മാറി അധികം രൂപയൊന്നും കൊടുക്കാതെ ഇനി വാളെടുക്കുന്ന നിലയിലേക്ക് മാറും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം ആ വഴിക്കായി. ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കരുതും ഇത് വെറുതെയാണ്. അല്ല, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളൊന്ന് പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും ഈ കാര്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് ഇനിയും അച്ഛന്മാർ മാത്രം പോരാ, ബിഷപ്പുമാരും വാളെടുക്കണം, വിശ്വാസികളും വാളെടുക്കണം. അങ്ങനെ എല്ലാവരും വാളെടുത്ത് അവസാനം ബൈബിൾ പറയുന്നത് പോലെ പരസ്പരം തലതല്ലി ചാവുന്ന അല്ലെങ്കിൽ പരസ്പരം വെട്ടിച്ചാവുന്ന ക്രിസ്തുവിന്റെ ഒരു ജനതയായിട്ട് ഈ ദൈവമക്കളൊക്കെ മാറട്ടെ. കാരണം അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഒരു കാരണവശാലും ആരും വിട്ടുകൊടുക്കരുത്. എന്തിനാണ് സഭയിൽ ഇങ്ങനെ ഓസ്തിക്കും വീഞ്ഞിനും കാസയ്ക്കും ഒക്കെ വേണ്ടി അടിവെക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഓരോ അതിരൂപതയിലും അധികം രൂപ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ അധികം രൂപ വരുന്നതിനെ ഒന്ന് കുറച്ചു കൊടുത്താൽ, അന്ധവിശ്വാസികൾ ആ പണപ്പെട്ടിയിലേക്ക് ഇടുന്ന പണത്തിന്റെ അളവ് ഒന്ന് കുറച്ചാൽ മിക്കവാറും ഈ കാസയും ബീഞ്ഞും ഓസ്തിയും ഒക്കെ യഥാസ്ഥാനത്തിരിക്കും. ആ സ്ഥാനങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി ചിലപ്പോൾ വൈദികൻ പോലും കാണില്ല അത് എടുത്തുകൊണ്ടുപോയി കുർബാന നടത്താൻ. കാരണം പണമില്ലെങ്കിൽ എവിടെ വൈദികൻ, എവിടെ ബിഷപ്പ്, എവിടെ പള്ളി?